എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു വിനീത നമസ്കാരം. പ്രകൃതിയാസ് കലമാനൂരിൻ്റെ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ വേദി അലങ്കരിക്കുന്ന പ്രകൃതിയാസ് ഗ്രന്ഥശാലയുടെ ആരാധനായ പ്രസിഡന്റും ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാളും കൂടിയായ ശ്രീ ആർ വിജയകുമാർ, ഇന്നത്തെ ഈ കലമാനൂരിൻ്റെ ചരിത്ര മുഹൂർത്തത്തിന് ഉദ്ഘാടന കർമ്മത്തിലേക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആരാധനായ ശ്രീമാൻ ബാലഗോപാൽ സാർ, മറ്റൊരു വിശിഷ്ടാതിഥിയായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ജല അതോറിറ്റിയുടെ മേധാവിയും കൂടിയായ ശ്രീമാൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അവർ, നമ്മുടെ കലമാനൂർ പ്രകൃതിയാസിൻ്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ അജേഷ് ലാൽ, പ്രകൃതിയാസിൻ്റെ ട്രഷറർ ശ്രീ രാജേന്ദ്രൻ അവർ, വൈസ് പ്രസിഡന്റ് ശ്രീമാൻ VS രാജേന്ദ്രൻ, മറ്റ് കമ്മിറ്റി ഭാരവാഹികളെ, ഈ പ്രകൃതിയാസിൻ്റെ 79 മുതലുള്ള തുടക്കങ്ങൾക്ക് തേരോട്ടം നടത്തിക്കൊണ്ട് കലമാനൂരിൻ്റെ ഈ മണ്ണിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തിയ എൻ്റെ പ്രിയ ജ്യേഷ്ഠന്മാരായ ശ്രീ ആർ രാജേന്ദ്രൻ, ശ്രീ CT വിജയകുമാർ, ശ്രീ ആർ മോഹനകുമാർ തുടങ്ങി പ്രകൃതിയാസിൻ്റെ പഴയകാല കമ്മിറ്റികൾക്ക് ചുക്കാൻ പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരും എൻ്റെ ജ്യേഷ്ഠന്മാരുമായ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം കലമാനൂരിന്റെ മണ്ണിൽ ഞാൻ ആദ്യമായാണ് ഒരു മൈക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. എൻ്റെ പ്രവർത്തന മേഖല കഴിഞ്ഞ 17 വർഷങ്ങൾക്ക് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ കർണാടകയുടെ ബംഗളൂരു എന്ന ഒരു സിറ്റിയിലേക്ക് മാറിയതാണ്. ജീവിത പ്രാരാബ്ധങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടി ഈ കലമാനൂരിൽ നിന്നും ബംഗളൂരു എന്ന ഒരു മഹാനഗരത്തിലേക്ക് പോയ ഒരാളാണ്. ഈ മണ്ണിന്റെ സ്പന്ദനം തിരിച്ചറിയുന്നത് കൊണ്ട് ഈ മണ്ണിലുള്ളവരെല്ലാം എന്റെ സഹോദരങ്ങളാണെന്നുള്ള ആ വിവരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മണ്ണിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകാം ഒരു പക്ഷേ ഈ പരിപാടിയുടെ ആമുഖ പ്രാസംഗികനായി ഇവിടെ എന്നെ ഇന്ന് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംഘാടകർക്ക് ഞാൻ കൃതാർത്ഥമായ ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരു ആമുഖം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പക്ഷേ എന്നെക്കാളും ഇതിന് കഴിവും പ്രാപ്തിയുമുള്ളവർ എൻ്റെ ജ്യേഷ്ഠന്മാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ ചെവി കൊടുക്കുകയാണ് ഞാൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ. ഈ വിഷയത്തിൽ എൻ്റെ അറിവ്, എൻ്റെ ഓർമ്മ പരിമിതമാണ്. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് പിന്നെ അതിനെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ, ഈ പ്രകൃതിയാസിന് മുൻകാലത്ത് പ്രവർത്തനായ മറ്റൊരു വ്യക്തി ശ്രീ സുധേവൻ, അദ്ദേഹവും ഈ വേദി വന്നിരിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് വളരെ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ കളത്തറ മോഹൻ സാറ് ഈ കാര്യപരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ പ്രകൃതിയാസിന്റെ രൂപാന്തരണം മുതൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുതൽ, അക്ഷര കേരളം മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കാൻ 17 വയസ്സ് വരെ മാത്രം കലമാനിലുണ്ടായിട്ട് എനിക്കും കഴിഞ്ഞു എന്നുള്ള ഹൃദാദ്യമായ ഒരു സ്നേഹവും നന്ദിയും ശ്രീ കളത്തറ മോഹൻ സാറിനോട് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കലമാനൂർ എന്ന കൊച്ചു ഗ്രാമം, അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു കലമാനൂർ. ഇപ്പോഴും അതിസുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണ്. ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞു, പണിക്കർ സാർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലൂ എന്ന്. ആ ആശയം മുൻനിർത്തിക്കൊണ്ട് 1978-79 കാലഘട്ടം മുതൽ
കൊച്ചു ഗ്രാമമായ കലമാനൂരിലേക്ക് ഇവിടുത്തെ നല്ല ഒരു യുവാക്കളായ ഒരു വിഭാഗം ജനത ഇറങ്ങിച്ചെന്നു. കലമാനൂരിലെ കൊച്ചു ഗ്രാമം കഴിഞ്ഞാൽ ഒരുപക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ ഗ്രാമങ്ങളും വലിയ സിറ്റികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കലമാനൂർ എന്ന സുന്ദരമായ കൊച്ചു ഗ്രാമത്തിനെ ആലങ്കൃതമാക്കിയത് ഇവിടുത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാരായിരുന്നു. ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത ഒന്നുമില്ലായിൽ നിന്നും വന്ന കലമാനൂര് 1978-79 കാലഘട്ടം മുതൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ചെറിയ കാര്യമായിരുന്നില്ല എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അക്ഷരം അത് വളരെ വലുതാണെന്നും വായനാശീലം അത് അതിനേക്കാൾ മഹത്തരമാണെന്നും നമ്മെ പഠിപ്പിച്ച ഇവിടെ അധ്യക്ഷ പ്രസിഡന്റ് പറഞ്ഞു, 4000-ഓളം ഗ്രന്ഥശാലകൾ കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ച് ആ വലിയൊരു പ്രതിഭാസത്തിന് ചുക്കാൻ പിടിച്ച പണിക്കർ സാറിന്റെ മകൻ ശ്രീമാൻ ബാലഗോപാൽ സാറ് ഈ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഈ കൊച്ചു കലമാനൂർ ഗ്രാമം ഇന്ന് ലോകത്തിന്റെ നെറുകോത്തര നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, കലമാനൂരിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ആ പവിത്രമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അവர்களுം ഈ കൊച്ചു പരിപാടിയിലേക്ക് എത്തുമ്പോൾ നാം വളരെയധികം അഭിമാനത്തോടെ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് കലമാനൂരിന്റെ രണ്ടാം ബാല്യത്തിലേക്ക് കടക്കുന്ന ഈ സന്ദർഭം. ഒന്നാം ബാല്യം കഴിഞ്ഞത് 1928-29 കാലഘട്ടത്തിൽ കലമാനൂരിന്റെ സാംസ്കാരികത തൊട്ടുണർത്തുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, ശ്രീ ആർ വിജയകുമാർ, ശ്രീ ആർ രാജേന്ദ്രൻ തെറ്റയിൽ, ശ്രീ CT വിജയകുമാർ, ശ്രീ ആർ മോഹനകുമാർ, രാജഗോപാൽ പിള്ള മോഹനകുമാറാണ് ശ്രീ ആർ മോഹനകുമാർ, രാഘവൻ പിള്ള മോഹനൻ ഒരുപാട് പറഞ്ഞിട്ട് മറ്റൊരു മോഹനൻ, ശ്രീ സുഗതകുമാർ, ശ്രീ ആർ മോഹനൻ, അതുപോലെ സുശീലൻ, അതുപോലെ കണ്ണേറ്റിലുള്ള ശ്രീ ആർ രാജേന്ദ്രൻ, സദാനന്ദൻ പിള്ള, ചിറ്റിക്കരിക്കുത്തിൽ സദൻ, ചിറ്റിക്കരിക്കുത്തിൽ രാജേന്ദ്രൻ, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്നത്, ഇതിൽ പലരും ഇന്ന് കാലഘട്ടം പൊട്ടിപ്പോയി ഇന്നും ജീവിച്ചിരിക്കുന്ന ആ അന്നത്തെ യുവാക്കളായി ഇന്ന് വാർദ്ധക്യത്തിന്റെ പടികളിൽ നിൽക്കുന്ന അവരായിരുന്നു ഈ കലമാനൂരിന്റെ സ്പന്ദനം എന്ന് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയും. ഞാൻ ഈ സംസാരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന എന്റെ കൊച്ചനുജന്മാർക്കും കൊച്ചനുജത്തിമാരുടെയും ചെവികളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ആമുഖ പ്രസംഗം, ഈ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത്. അന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, നിങ്ങൾ ആലോചിക്കണം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടികളിലേക്ക് അകപ്പെടാത്ത കൊച്ചു കലമാനൂര്, സോഷ്യൽ മീഡിയയുടെ പിടിയിലേക്ക് അകപ്പെടാത്ത കൊച്ചു കലമാനൂര്, ഇന്റർനെറ്റും വാട്സപ്പും ഇല്ലാതിരുന്ന കാലഘട്ടം, നിരവധി കമ്മിറ്റികൾ, മീറ്റിംഗുകൾ, പൊതുയോഗങ്ങൾ, ഈ കലമാനൂരിന്റെ സുന്ദരമായ ഈ കലമാനൂര് തോടുകളും അരുവികളും, അരുവിക്കരയിലേക്ക് ഒഴുകുന്ന പുഴകളുടെയും വെള്ളത്തിന്റെ കാകൽ ശബ്ദങ്ങളും, നല്ല മഴ പെയ്യുമ്പോൾ ഈ തോട്ട് അരുവികളിലേക്ക് വന്നു കയറുന്ന കല്ലുകുട്ടി മീനും തുടങ്ങിയ നിരവധി അതിമനോഹരമായ പുൽപ്പാടങ്ങളും അടങ്ങിയ ഇഞ്ചി കൃഷിയും വാഴത്തോട്ടങ്ങളും അടങ്ങിയ കൊച്ചു കലമാനൂരിനെ കണ്ടു വളർന്നവനാണ് ഞാൻ. എവിടെയൊക്കെയോ ആ ഭംഗി കുറച്ചു കാലങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും കലമാനൂരിന്റെ അന്തസ്സത്തെ പിടിച്ചു പറ്റാൻ, കലമാനൂരിന്റെ കൂട്ടായ്മകൾ വളർത്താൻ പുതിയ തലമുറകൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നു. 79-ൽ രൂപീകരിച്ച ഈ സംഘടന, നിങ്ങൾക്കറിയാം, ഒരു സംഘടന രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ആ സംഘടനയ്ക്ക് ഒരു ആഫീസ് മന്ദിരം എന്നുള്ള ഒരു ലക്ഷ്യവുമായി ചെന്നെത്തിയത് സി ദിവാകരൻ പിള്ള എന്ന് പറയുന്ന ചിറ്റിക്കരിക്കുട്ടി ദിവാകരൻ എന്ന വീട്ടിലേക്കായിരുന്നു. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം ശ്രീമാൻ വിജയകുമാറും രാജേന്ദ്രനും BS രാജേന്ദ്രനും ചിറ്റിക്കരിക്കുട്ടി രാജനും അടങ്ങുന്ന, ഇനിയും പേരുകൾ പറയാനുണ്ട്, ഞാൻ എല്ലാവരെയും ഓർക്കുന്നില്ല, ഇവരൊക്കെ അടങ്ങുന്ന ഒരു സംഘം ചിറ്റിക്കരിക്കുട്ടിൽ നമ്മുടെ ശ്രീ ദിവാകരൻ മാമന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അന്ന് നാടകവേദികളിൽ പോലീസ് വേഷം കെട്ടിക്കൊണ്ട് കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം നിലയുറപ്പിച്ച ശ്രീമാൻ C ദിവാകരൻ പിള്ള എന്ന് പറയുന്ന ചിറ്റിക്കരിക്കുട്ടിൽ ദിവാകരൻ പിള്ള അദ്ദേഹത്തിന്റെ അമ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി 2 സെന്റ് വസ്തു ധാരമായി കൊടുക്കുകയാണ്. ഓർക്കണം, 1978-79 കാലഘട്ടത്തിൽ
2 സെന്റ് വസ്തുദാനമായി കൊടുക്കാൻ കഴിയുന്ന ഒരു കുടുംബം കലമാനിൽ ഉണ്ടായിരുന്നു എന്ന് നാം വളരെയധികം നന്ദിയോടെ ഓർക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അന്ന് അമ്മച്ചിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയുന്നതിനുള്ള 2 സെന്റ് വസ്തു പ്രമാണം ചെയ്തു കൊടുത്ത് കരന്തീർവയും ആക്കിക്കൊണ്ട് പ്രകൃതി ആഴ്ച എന്ന ആ പേരിൽ സ്ഥിരമായി ഒരു മന്ദിരം പണി ചെയ്ത് ഈ കലമാനിൽ ഉണ്ടായിരുന്ന യുവതികൾ തുടങ്ങിയവർ പോയ ഒരു കാലഘട്ടം കലമാനിൽ ഉണ്ടായിരുന്നു. 82-ൽ ഔദ്യോഗികമായി രജിസ്ട്രേഷൻ ചെയ്ത 1960 സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്ത ഈ സംഘടന നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഞാനെന്നും വളരെ ആത്മാഭിമാനത്തോടെ പറയുന്നു, എന്റെ ഈ ജ്യേഷ്ഠന്മാർ ജീവിച്ചിരുന്ന, എന്റെ ഈ ജ്യേഷ്ഠന്മാർ ഉണ്ടായിരുന്ന ഈ കലമാനിന്റെ മണ്ണിൽ ജീവിക്കാൻ കഴിഞ്ഞതും ജനിക്കാൻ കഴിഞ്ഞതും മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ആർജവത്തോടു കൂടി ഇവിടെ സംസാരിക്കാൻ കഴിയുന്നത്. എന്റെ ജ്യേഷ്ഠന്മാർ എനിക്ക് തന്ന പാഠവങ്ങൾ അങ്ങനെ ആയിരുന്നുകൊണ്ടാണ്. ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് എന്റെ ജ്യേഷ്ഠന്മാരെ. ഇന്ന് ഈ സ്റ്റേജ് അലങ്കരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എന്റെ പ്രിയ സഹോദരങ്ങളെ, പുതിയ തലമുറയോട് ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള നാടകങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം എഴുതിയിട്ടുള്ള കലാ സംരംഭങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? നെടുമങ്ങാട് ദർശനയിൽ പഠിക്കുന്ന സമയത്ത് നീലക്കടൽ എന്നൊരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ട് ആ നീലക്കടൽ നാടകത്തിന്റെ ചുക്കാൻ പിടിക്കാൻ കലമാനൂർ പ്രകൃതിയാഴ്ച കഴിഞ്ഞപ്പോൾ ആ നീലക്കടൽ എന്ന നാടകം നെടുമങ്ങാട് ദർശനയിൽ അവതരിപ്പിക്കുകയും അതിമനോഹരമായ ആ നാടകം നമ്മുടെ ക്ഷേത്രമായ കരിയംകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി മഴുവൻകോട്ടുള്ള കുട്ടപ്പസാറുമായി റെക്കമെൻഡേഷനുമായി ഈ സംഘടനയുടെ ഭാരവാഹികൾ പോകുമ്പോൾ സംഘടന തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു അവസരത്തിലായിരുന്നു അത്. അവിടെ പൊതുയോഗത്തിൽ റെക്കമെൻഡേഷൻ ചെയ്തുകൊണ്ട് നീലക്കടൽ എന്ന നാടകം അവതരിപ്പിക്കാൻ അവർക്ക് അവസരം ലഭിക്കുകയാണ്. ഈ ഒരുപറ്റം ചെറുപ്പക്കാർക്ക് നാടകം അവതരിപ്പിക്കുമ്പോൾ നോട്ടീസിൽ പേരടിക്കണം. അപ്പോൾ ഒരു പേര് വേണം, ഏതാണ് സംഘടന എന്ന്. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കലമാനൂർ പ്രകൃതി എന്നായിരുന്നു. എന്നാൽ കരിയംകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ നോട്ടീസിൽ അച്ചടിച്ചത് പ്രകൃതി തിയേറ്റേഴ്സ് എന്നായിരുന്നു. പ്രകൃതി തിയേറ്റേഴ്സ് എന്ന പേരച്ചടിച്ചുകൊണ്ട് കലമാനിന്റെ ചുടക്കുട്ടികളായ അന്നത്തെ യുവാക്കൾ ആ നാടകം അവതരിപ്പിക്കുകയും അതിമനോഹരമായി കയ്യടി വാങ്ങിക്കൊണ്ട് കലമാനൂർ പ്രകൃതിയാഴ്ച ചരിത്രപരമായി രൂപം കൊടുക്കുകയും ചെയ്തതായിരുന്നു കലമാനൂർ പ്രകൃതിയാഴ്ചന്റെ തുടക്കം എന്ന് എന്റെ ഓർമ്മകളിൽ ഞാൻ പറയുന്നു. ആ നാടകത്തിന് ശേഷം ശ്രീമാൻ കലമാനൂർ വിജയൻ അദ്ദേഹം എഴുതപ്പെട്ട എത്രയോ ഡ്രാമാറ്റിക് ഒപ്പനകൾ, നാടകങ്ങൾ. കതിവന്നൂർ വീരൻ ഡ്രാമാറ്റിക് ഒപ്പന, ചിരുതേയി, ആദ്യം എഴുതിയ ചിരുതേയിയാണ്. നമ്മുടെ ഇന്നത്തെ മന്ത്രമൂർത്തി ക്ഷേത്രത്തിന്റെ തൊട്ടുതാഴത്തുള്ള നമ്മുടെ ക്ഷേത്രത്തിന്റെ കുളത്തിനോടടുത്തുള്ള ഒരു സ്റ്റേജിൽ ആ ഒരു നാടകം അവതരിപ്പിക്കുന്നു, ചിരുതേയി. അതിനുശേഷം കതിവന്നൂർ വീരനിലേക്ക് വരുന്നു. കലമാനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നിരവധി കലാകാരന്മാർക്ക് അവർക്കൊക്കെ തന്നെ കഥാപാത്രങ്ങൾ ഇട്ടുകൊണ്ട് വേഷപ്രദർശനങ്ങൾ നടത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്റ്റേജുകളിൽ ഒരു ദിവസം 1-2 സ്റ്റേജുകൾ കളിച്ചുകൊണ്ട് കതിവന്നൂർ വീരൻ ആടി തിമിർത്താടുകയുണ്ടായി. കതിവന്നൂർ വീരനും ചിരുതയ്ക്കും വാഗ്മിക്കും നവയാര മുഹൂർത്തം എന്ന നാടകത്തിനും ശാവതീരം എന്ന നാടകത്തിനും ശ്രീ കലമാനൂർ വിജയന്റെ തൂലികകൾ ചലിച്ചപ്പോൾ, പ്രിയമുള്ള എന്റെ അനുജന്മാരെ, നിങ്ങൾക്ക് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കലാപ്രതിഭ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്ന മറ്റൊരു അത്ഭുത പ്രതിഭാസത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തായി പരിചയപ്പെടുത്തുന്നത്. ഈ നാടകങ്ങൾക്ക് ശ്രീ കലമാനൂർ വിജയൻ തൂലിക ചലിപ്പിച്ചപ്പോൾ ഈ നാടകങ്ങളുടെ സംവിധാനായി വന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീ കലമാനൂർ രാജൻ. നിങ്ങളുടെയൊക്കെ രാജൻ എന്നറിയപ്പെടുന്ന കലമാനൂർ രാജൻ എന്ന ശ്രീമാൻ തെറ്റേൽ രാജൻ എന്ന അദ്ദേഹത്തിന്റെ സംവിധാനത്തിലായിരുന്നു ഈ നാടകങ്ങളൊക്കെ നടന്നുപോയത്. ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് നീണ്ടുപോകുന്നു എന്നാണ്. ക്ഷമിക്കണം, ഈ വേദിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയും, അത് പറയണം. ഒരല്പം സമയം ഞാൻ എടുക്കേണ്ടി വന്നാൽ അതൊന്നും തന്നെ അധികമാകുമെന്ന് തോന്നുന്നില്ല. കാരണം കലമാനൂരിന്റെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കലമാനൂർ ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതോടൊപ്പം മുൻകാലങ്ങളിൽ
ഈ കലമാനിന്റെ ശക്തിയായി പ്രവർത്തിച്ച ആളുകളെ തിരിച്ചറിയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ കലമാനിലെ ഇന്നത്തെ ജനതയ്ക്കുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ആ നാടകങ്ങളും കഴിഞ്ഞ് നിരവധി കാര്യങ്ങൾ ഈ കലമാനിൽ വേണ്ടി ചെയ്തു. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഇന്നത്തെ തലമുറ തിരിച്ചറിയണം. ഈ റോഡ് രാത്രി 7 മണിക്ക് ശേഷം കലമാനിൽ നിന്നും കടമ്പനാട്ടിൽ നിന്നും അതുപോലെ തന്നെ മഴവങ്കോട്ടിൽ നിന്നുമൊക്കെയുള്ള ആളുകളെ ഇറക്കി ഒരു ദിവസം കൊണ്ട് വെട്ടി തീർത്ത റോഡാണ്. പ്രിയമുള്ളവരെ, ഈ റോഡ് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ യുവാക്കളെ തേടിയെത്തിയത് അഭിനന്ദനങ്ങളായിരുന്നില്ല, മറിച്ച് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുള്ള നിക്കറും കൂടാരത്തൊപ്പിയും ഇട്ട പോലീസുകാരായിരുന്നു എന്നുള്ള സത്യം നിങ്ങളാരും മറക്കരുത്. അങ്ങനെ ചരിത്രം മാറ്റി തിരിച്ചുകൊണ്ടാണ് ഈ കലമണ്ഡ മണ്ണിൽ അന്നത്തെ തലമുറയിലുള്ള യുവാക്കളായിരുന്ന എന്റെ ജ്യേഷ്ഠന്മാർ ഈ കലമണ്ഡ മണ്ണിന് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു ആമുഖ സംഭാഷണം എന്ന് പറയാൻ എന്താണ് ആമുഖ സംഭാഷണം? ന്യൂഡൽഹിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ ശ്രീമൻ ബാലഗോപാൽ സാർ, അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. എന്താണ് കലമണ്ഡലം അറിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അറിയണം. പരിസ്ഥിതി പ്രവർത്തകനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ സുഭാഷ് ചന്ദ്രബോസ് സാർ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം അറിയണം കലമണ്ഡലത്തിന്റെ പൾസ് എന്താണെന്ന്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ പറ്റിയ ഒരു വേദിയിലല്ല നമ്മൾ ഇന്നിവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ഓർമ്മയും ഈ എനിക്കുണ്ട്. കാരണം ഇവിടെ റേഞ്ച് എത്രമാത്രമാണെന്ന് കഴിഞ്ഞ 25 വർഷക്കാലമായി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കലമണ്ഡലം ഈ മൂല്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത്. ഞാൻ ഏതായാലും സെക്രട്ടറിയുടെ വാക്കുകൾക്ക് മാറ്റം കുറിക്കുന്നില്ല, അധികം ധരിപ്പിക്കുന്നില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ താമസിച്ചും ജീവിച്ചും വന്ന് സ്ത്രീ ആധിപത്യങ്ങളെ പോലും അടിച്ചമർത്തിയ കലമണ്ഡലം ഈ മണ്ണിൽ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈ യുവാക്കളുടെ ഈ മണ്ണിലാണ് ഇന്ന് പുതിയ തലമുറ ജീവിക്കുന്നത്. ഇന്ന് ഈ സംഘടനയ്ക്ക് 2 സെന്റ് വസ്തു ഉണ്ടായിരുന്ന സംഘടനയ്ക്ക് ഇന്ന് 6 സെന്റ് വസ്തുവിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 6 സെന്റ് വസ്തു എങ്ങനെ വന്നു? ബഹുമാനപ്പെട്ട ശ്രീമാൻ രാജപ്പൻപിള്ള സാർ, അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിൽ ഞാൻ ആദരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. കാരണം 1928-29 കാലഘട്ടങ്ങളിൽ 2 സെന്റ് വസ്തു എടുത്തുകൊണ്ട് ശ്രീ ദിവാരൻപിള്ള എന്ന് പറയുന്ന അദ്ദേഹം ഇവിടേക്ക് വരുമ്പോൾ ഇന്ന് അത് 6 സെന്റിലേക്ക് മാറ്റാൻ ആ 2 സെന്റിന്റെ വസ്തുവിന്റെ വിലയും അതിനുശേഷമുള്ള 3 സെന്റ് വസ്തു ഒരു ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി സംഭാവനയായി നൽകാമെന്ന് പറഞ്ഞ് കാലങ്ങളോളം അക്ഷരത്താളുകൾ മാത്രം പഠിപ്പിച്ച് പുസ്തകങ്ങൾ മാത്രം വായിച്ചുകൊണ്ടും പുസ്തകങ്ങൾ മാത്രം ജീവിച്ചുകൊണ്ടും വന്ന ശ്രീമാൻ രാജപ്പൻപിള്ള സാർ, ഒരു കർഷകനായ രാജപ്പൻപിള്ള സാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കഴിഞ്ഞുവെങ്കിൽ അത് കൃത്യമായിട്ടും ഈ കലമാനക്കാർ ചെയ്ത പുണ്യം തന്നെയാണ് എന്ന് ഞാൻ പറയും. അത് ഇനി വരും തലമുറയ്ക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നിരപ്പിൽ ഉണ്ടായിരുന്ന 2 സെന്റ് വസ്തുവിന്റെ മൂല്യം കൊടുത്തുകൊണ്ട് ശ്രീ ദിവാരൻപിള്ളയും മാതൃക കാട്ടി. അങ്ങനെയാണ് 6 സെന്റ് വസ്തു ഇന്ന് കലമാനൂർ പ്രകൃതി ആർട്സ് ഗ്രന്ഥശാലയുടെ പേരിൽ ഇന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞത്. അത് ചുക്കാൻ പിടിക്കാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെയധികം കഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നോടൊപ്പം ബംഗളൂരിലുണ്ടായിരുന്ന അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഞാനിവിടെ വളരെയധികം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ധീരനായ ആദർശധീരനായ ഒരു സെക്രട്ടറി ഈ സംഘടനയ്ക്കുണ്ട് എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം, ഒരു ജനപ്രതിനിധി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഈ കലമാനിന്റെ മണ്ണ് തിരിച്ചറിഞ്ഞത് ശ്രീ അജേഷ് ലാൽ എന്ന് പറയുന്ന ജനപ്രതിനിധി ഈ കലമാനിന്റെ ഒരു ജനപ്രതിനിധി ആയതിനു ശേഷമാണ് ഞാൻ പറയുന്നത്. അതിന് ഉദാത്തമായ ഉദാഹരണമാണ് എന്റെ മുമ്പിൽ കാണുന്ന ഈ വെയിറ്റിംഗ് ഷെഡ്. നിങ്ങൾക്കറിയാം, കേരളത്തിലുടനീളം വെയിറ്റിംഗ് ഷെഡുകൾ സന്ദർശിക്കുക. 4 ലക്ഷം രൂപ അതേ വെയിറ്റിംഗ് ഷെഡിനെ കോട്ട് ചെയ്യുമ്പോൾ വെറും 45,000 രൂപയ്ക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ഈ കലമാനിന്റെ ആളുകൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് ഈ കലമാനിന്റെ അഭിമാനം തന്നെയാണെന്ന് ഞാൻ പറയും. പ്രിയമുള്ളവരെ, നിരവധി കലാകാരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട്, നിരവധി കായിക പരിശീലകരെ സൃഷ്ടിച്ചുകൊണ്ട് ഈ കലമാനിന്റെ മണ്ണിൽ നിന്നും പോകുന്നത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ യശസ്വിനായ ശ്രീ വേണു ശശിധരൻ എന്ന് പറയുന്ന വേണു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മരിച്ചുപോയ മറ്റ് പലരും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും ഇപ്പോൾ ഓർക്കുന്നില്ല. അവർക്ക് മുമ്പിലും ഈ ഗ്രന്ഥശാലയുടെ ശതകോടി പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം ഈ കലമാനിന്റെ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഓരോ വീടുകളിലും ഒരു കല്യാണമോ ഒരു മരണമോ മറ്റെന്ത് വിഷയം വന്നാലും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട്, എന്റെ പുതിയ തലമുറകൾ കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത്, ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ വീടുകളിൽ പോയി രാത്രിക്ക് രാത്രി സമാധാനം ചെയ്യുന്ന ഒരു ജനത, ഒരു വിഭാഗം
യുവാക്കളെന്നുണ്ടായിരുന്നു. അതിലൊന്ന് ശ്രീ ശശിധരൻ അറിയപ്പെടുന്ന വേണുവാണ്, തെറ്റയിൽ വേണം. അദ്ദേഹം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇന്ന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനത് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നിരവധി കല്യാണ മണ്ഡപങ്ങൾക്ക് അതിഗംഭീരമായ ആർട്ട് വർക്ക് ഒരുക്കുന്ന വേലിക്കുട്ടിപ്പിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ കലാകാരൻ കൂടി ജനിച്ചിരിക്കുന്ന നമ്മളാണ് ഈ കലമാനോ. അതുപോലെ തന്നെ ഞാൻ ഒന്നും ചോദിച്ചോട്ടെ, നമ്മൾ സ്വൈര്യവികാരം കൊണ്ട് ഉറങ്ങുന്ന ഈ ഭാരതാംബ, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംരക്ഷകർ ആരാണ്? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്നത് സൈനികരാണെന്ന് ഞാൻ പറയും. അങ്ങനെ നിരവധി സൈനികർക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞ അമ്മമാർ എത്ര പേരാണ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയുള്ള സൈനികർക്ക് പോലും ജന്മം കൊടുത്ത് നമ്മുടെ കലമാരുടെ ഈ മണ്ണിൽ ഇന്ന് ഇത്തരത്തിലൊരു കാര്യക്രമം നടക്കുകയും ഈ ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആദരണീയനായ നമ്മുടെ ബാലഗോപാൽ സാറിനും അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട അതിഥികൾക്കും വായന കൊണ്ട് നമ്മുടെ കുട്ടികൾ മറ്റൊരു അറിവിലേക്ക് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.